ഹരി ശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. അപ്പൊ അടുത്ത ആള് മമ്മി. അപ്പൊ മമ്മിയുടെ ഇതേപോലെ തന്നെ എങ്ങനെ എപ്പോ അതൊക്കെ എങ്ങനാ തീരുമാനിച്ച? പിന്നെ ഒരു കാര്യം കൂടെ, അമ്മൂമ്മ അപ്പൂപ്പന് എന്ത് വയസ്സ് നോക്കിയിട്ടാണോ അതോ വേറെ വല്ലതും നോക്കിയിട്ടാണോ തീരുമാനിച്ചൊക്കെ ഇപ്പൊ കുട്ടിയുടെ കല്യാണം നടത്താം? അതെങ്ങനാ തീരുമാനിക്കുന്നത് രണ്ടുപേരുടെ കാര്യം? അത് ആ അവസരത്തിലുണ്ടല്ലോ മക്കളെ, അതായത് ഇവരുടെയൊക്കെ കല്യാണത്തിന്റെ ആ സമയങ്ങളില് നമ്മുടെ നാട്ടു രീതി അനുസരിച്ച് ഒരു 18, 19, 20 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും പെൺകുട്ടികളെ കല്യാണം കഴിച്ച് അയക്കണം. ഇപ്പൊ ഒരു 30 ആയാലും വേണ്ടാന്ന് ഇപ്പോഴത്തെ. അത് ഓരോ ഇത് അനുസരിച്ച് മാറിപ്പോകുന്നതാ. അന്ന് പെൺകുട്ടികൾക്ക് അധികം ജോലി ഇല്ല. അഥവാ ജോലി ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബാങ്കിലോ അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചർ, അതാണ് കൂടുതലും അതാ. സ്കൂൾ ടീച്ചർമാരായിട്ട് പെൺകുട്ടികളെ ഇവിടുന്ന് ദൂരെ ഒന്നും ഇപ്പൊ ഇവിടെയൊക്കെ US, കാനഡ, UK, ലണ്ടനില്, ഓസ്ട്രേലിയ ചിന്തിക്കേ വേണ്ട. അതൊന്നും ഇല്ല, പെണ്ണുങ്ങൾക്കില്ല. പിന്നെ പിള്ളേർ കല്യാണം കഴിച്ച് ഇങ്ങനെ കുടുംബത്തിനെയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അവിടെ ചാൻസ് വന്നു, ജോലി ചെയ്തു, അങ്ങനെയൊക്കെ വരും. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയെ അങ്ങനെ തന്നെ വിടത്തില്ല. അന്നത്തെ അതിനുള്ള വാക്കെന്താന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. കുടുംബ പാരമ്പര്യം അനുസരിച്ചൊക്കെ അങ്ങനെ വിടില്ലായിരുന്നു. നാട്ടു നടപ്പല്ല, അങ്ങനെ പോകുന്ന രീതി ഇല്ലായിരുന്നു, അതും പറയാൻ. അപ്പൊ അങ്ങനെയുള്ള രീതികളൊക്കെ വന്നപ്പോഴാണ് കുട്ടികളുടെ കല്യാണ പ്രായമൊക്കെ ഇച്ചിരി മുന്നോട്ട് പോകുന്നത്. അപ്പം ഒരു 19, 20 വയസ്സൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും എങ്ങനെയായാലും അന്നത്തെ പഠിത്തം എന്തോന്നാ, ദൂരെ ഒന്നും പോയി വലിയ പഠിത്തങ്ങളില്ലല്ലോ. തിരുവനന്തപുരത്ത് ഗീത പഠിക്കാൻ വിടുന്നത് തന്നെ എന്ത് വിഷമിച്ചായിരുന്നു. ഭയങ്കര വിഷമിച്ചായിട്ടോ, തിരുവനന്തപുരം വരെ പോണ്ടേ. അപ്പൂപ്പനെ കൊച്ചി എറണാകുളത്ത് ഒരു ട്രാൻസ്ഫർ കിട്ടി, ഈ ഓഫീസിൽ തന്നെ. ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അയ്യോ, എറണാകുളം വരെ ഞാൻ ജോലിക്ക് പോകണം. എവിടെന്നാ പോകുന്നേ? ആലപ്പുഴ ആയിരുന്നത് ചേർത്തലയിൽ കിട്ടി. ചേർത്തലയിലായിരുന്നപ്പോൾ വലിയ വിഷമില്ലായിരുന്നു. ചേർത്തലയിൽ ഇരുന്നപ്പോ എറണാകുളത്തേക്ക് കിട്ടി. അപ്പൊ പറഞ്ഞു, അയ്യോ ഇനി ഞാൻ എറണാകുളം വരെ പോകണ്ട. അതായിരുന്നു അന്നത്തെയൊക്കെ രീതി എന്ന് ഞാൻ പറയുക. അപ്പൊ പിന്നെ അന്ന് അങ്ങനെ ട്രാൻസ്ഫർ കിട്ടിയപ്പോ എന്ത് ചെയ്തു? എന്നും പോയി വരുമായിരുന്നു എറണാകുളത്തേക്ക്? അല്ല, എറണാകുളത്ത് അപ്പൊ പിന്നെ കുറച്ച് നാള് ഒരു റൂം എടുത്ത് ലോഡ്ജ് പോലെ താമസിച്ചു, കുറച്ച് നാള്. അത് കഴിഞ്ഞിട്ട് അവിടെ ഓരോ കാണുന്നവരോടൊക്കെ പറയും, എനിക്ക് ആലപ്പുഴയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്ന്. എനിക്ക് അങ്ങനെ അധികം നാൾ എറണാകുളത്ത് ഇരിക്കണല്ലോ. ചേർത്തല ആയിരുന്നപ്പം തണ്ണിമുഖത്ത് അമ്മൂമ്മയുടെ അച്ഛമ്മയുടെ കൂടെ പോയി താമസിച്ച് പോയി വരുമായിരുന്നു. ഇതുവരെ വാഹന സൗകര്യം ഇല്ലല്ലോ മക്കളെ. ഇന്നിപ്പോ എല്ലാ വീട്ടിലും 3 കാറ് 4 കാറല്ലേ കിടക്കുന്നത്. ഇത് കാറുള്ള വീടുകളൊക്കെ വളരെ കുറവല്ലേ. തനിയെ കാറിൽ സഞ്ചരിക്കുന്നവരും ഒന്നും ഇല്ല എന്നാണ്, വളരെ അപൂർവമായിട്ട് ചില ആൾക്കാരേ ഉള്ളു അങ്ങനെ. അപ്പൂപ്പന്റെ വലിയ വാഹനം എന്താ നിനക്കറിയാമല്ലോ? സൈക്കിൾ. അത് വലിയൊരു വാഹനമായിട്ടാ അപ്പൂപ്പൻ തോന്നുന്നത്. അപ്പൊ അത് കാരണമാണ് വയസ്സ് കണക്കാക്കി എന്ന് പറഞ്ഞാൽ അന്നത്തെ സമ്പ്രദായം അനുസരിച്ച് ജോലിയും കിട്ടിക്കഴിഞ്ഞു. അപ്പൊ പിന്നെ കല്യാണം ആണല്ലോ അടുത്ത സ്റ്റെപ്പ്. അങ്ങനെ. പക്ഷെ അതൊന്ന് തെറ്റിച്ചു മമ്മിയുടെ കാലമായിട്ട്. അതിന് മമ്മിയുടെ വക ആരോപണം ഇപ്പോഴും അമ്മൂമ്മയ്ക്കുണ്ട്. അത് മക്കളും ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനെങ്ങനെ സമ്മതിച്ചു? അപ്പൊ എനിക്കുള്ള ഒരു ഉത്തരം എന്താണെന്നറിയാമോ? ഒരു സമാധാനം, ഒരു ഉത്തരം, രണ്ടും ഉണ്ട്. സമാധാനം എന്ന് പറഞ്ഞു, ജോലിക്ക് വേണമെങ്കിൽ പോകാമായിരുന്നു, എന്താ പോകാൻ പറ്റാഞ്ഞ്? നമുക്കത് തലയില് വിധിച്ചു വെച്ചിട്ടില്ല എന്നാണ് വേറൊരു സമാധാനം. അതുണ്ടായിരുന്നെങ്കിൽ നമുക്ക് തലയിലെഴുത്തിൽ അങ്ങനെ ഒരു ജാതകം ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാലും കിട്ടും അത്. പക്ഷെ ഇവള് ജോലി ചെയ്തില്ലേ, കുറെ ജോലി ചെയ്തു, എവിടൊക്കെ പോയി ജോലി ചെയ്തു, വീട്ടിലിരുന്ന് കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുത്തില്ലേ? എത്ര കുട്ടികൾക്ക് അറിവ്, നല്ല രീതിയിലുള്ള അറിവ് പകർന്നു കൊടുത്തു. വീട്ടിലിരുന്നിട്ടാണ്, പൈസക്ക് വേണ്ടിയൊന്നും ആയിരുന്നില്ലല്ലോ, അതുകൊണ്ട് ഉപജീവനം നടത്താനും ആയിരുന്നില്ല, അല്ലേ? പിന്നെ
ഇവിടെ ഇവിടെ പോയപ്പോഴ് രാജസ്ഥാൻ അല്ല രാജ്കോട്ടിൽ പോയപ്പോ അവിടെയും പോയില്ലേ സെൻട്രൽ സ്കൂളില് ഇല്ലേ? അപ്പൊ അതിനൊരു തലയിലെഴുത്ത് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു തലയിലെഴുത്തേ ഉണ്ടായുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ അതൊന്നും പറഞ്ഞാൽ ഇവിടെ ഏക്കത്തില്ല കേട്ടോ. ഞാൻ കണ്ടെത്തിയ സമാധാനം അത്. വയസ്സും പ്രായവും ഒക്കെ ആ സമയമാകുമ്പോ ഒരുമാതിരി എല്ലാം ഒക്കുമ്പോ പിന്നെ അടുത്ത സ്റ്റെപ്പാണ് മാരേജ്. അപ്പൊ അവർക്കും ഒരു സെറ്റപ്പ് ആകണം, ഒരു ഫാമിലി ഉണ്ടാകണം. അത് സെറ്റപ്പ് ആകണമെങ്കിൽ നമ്മൾ പേരൻസ് വേണം അതിന് കയ്യിൽ എടുക്കാൻ. അന്ന് പിന്നെ ഇങ്ങനെ ഇഷ്ടപ്പെട്ട് കല്യാണം എന്ന് പറയുന്നതൊക്കെ റെയർ കേസാണ്. ഇഷ്ടപ്പെട്ട് ഇതേ ആളിനെ എനിക്ക് ഇഷ്ടം, അല്ലെങ്കിൽ ഞാൻ പോയി കഴിഞ്ഞാൽ വീട്ടുകാർ വിഷമിച്ചാലും വേണ്ടില്ല, പോയി കഴിഞ്ഞിട്ട് അറിഞ്ഞാൽ മതി. അതൊക്കെ അന്ന് വളരെ 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 റെയറാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കാര്യങ്ങളൊക്കെ, വളരെ കുറവായിരുന്നു. പോസ്റ്റ് ഗ്രാജുവേഷന് പകുതിയായിട്ടുള്ളായിരുന്നു, അത് കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ആത്മാർത്ഥമായ ആഗ്രഹം അത് തന്നെയായിരുന്നു. ഗീതയെ പോലെ തന്നെ ജോലി കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. ഏതാ യോഗ്യത അനുസരിച്ച് കിട്ടാതെ വരത്തില്ല. അപ്പൊ ആ ജോലിയും കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ കല്യാണാലോചനയൊക്കെ നടത്തി കല്യാണം കഴിച്ചാൽ മതി. അല്ലാതെ നമുക്ക് മുൻകൂട്ടി നേരത്തെ ചെയ്യണമെന്ന് ഒരാഗ്രഹവും ഇല്ലായിരുന്നു. പക്ഷെ അതെങ്ങനെ വന്നു ഇങ്ങനെയൊക്കെ? അത് വന്നത് വിധി തന്നെയാണ്. അതുകൊണ്ട് ഒരു ദോഷം ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയും. സന്തോഷമായിട്ടുള്ള ജീവിതം തന്നെ അവർക്കുള്ളൂ. 2 കുട്ടികൾ നിങ്ങളുണ്ടായത് അതിനേക്കാൾ സന്തോഷം. അതിന്റെ ആലോചന എങ്ങനെ വന്നെന്ന് വെച്ചാൽ ഈ തലയിലെഴുത്തിന്റെ പിന്നെ വൈഭവം കൊണ്ട് എവിടുന്നോ ഈ ഓടിയെത്തിയ ഒരു ആലോചന. അറിയാവോ നിനക്കത്? കേട്ടിട്ടില്ല? അത് ഒരാണ്ടില് വിഷു അന്ന് സാധ്യയെ പ്രസവിച്ചിരിക്കുക പേരമ്മ ആ വർഷം. അപ്പൊ പ്രസവിച്ചിട്ട് തിരുവനന്തപുരത്ത് അമ്മയും കുഞ്ഞായിട്ട് പോയിട്ടില്ല. ഞാന് പേപ്പർ ഇതുണ്ടല്ലോ കറക്റ്റ് ചെയ്യുന്ന പേപ്പർ വാല്യുവേഷൻ, അതിന് ചീഫായിരുന്നു കോട്ടയത്ത്. ഈയിടെ ഞാൻ ഓർത്ത് MD സെമിനാരിന്ന് ഏതാണ്ട് ഒരു സ്കൂളില് കോളേജിൽ വെച്ചായിരുന്നു പേപ്പർ വാല്യുവേഷൻ. ക്യാമ്പ് അവിടെയായിരുന്നു, ക്യാമ്പ് വാല്യുവേഷൻ. അപ്പൊ വിഷുവിനും പിന്നെ ഈസ്റ്ററിനും ഒക്കെ സംബന്ധിച്ച് ഒരു 5-6 ദിവസത്തെ ഇന്റർവെൽ വരും. ആദ്യത്തെ ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ട് ഈ വിശേഷങ്ങൾക്കായിട്ട് ഒരു ഉള്ളിയുടെ 5-6 ദിവസം അടുപ്പിച്ച് കിട്ടും. അപ്പൊ അതിന് നമുക്ക് വീട്ടിലേക്ക് വരാം. അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും താമസിച്ച് വേണം ചെയ്യാൻ. കറക്റ്റ് ടൈമിന് ക്വസ്റ്റ്യൻ പേപ്പറും പോട്ടെ, ആൻസർ ഷീറ്റൊക്കെ കൊണ്ട് കൊടുക്കണ്ടേ. ഞാൻ ചീഫായിരിക്കുമ്പോ എൻ്റെ ഹാളില് 11 പേര് വേറെ ഉണ്ട്. അപ്പൊ അവിടെ മുഴുവൻ പേപ്പർ കൊടുക്കലും തിരിച്ചു വാങ്ങിക്കലും ഒക്കെ എൻ്റെ ഇതില് റെസ്പോൺസിബിലിറ്റി അല്ല. പക്ഷെ എനിക്ക് ഈ ജോലിയിൽ നിന്ന് ഒഴിയാൻ ഒക്കത്തില്ല. ഇവിടെ പ്രശ്നമില്ല. സാധിക്ക് ഒരു 4-5 മാസമുണ്ട് കുഞ്ഞിന്. ഏപ്രിൽ ആയപ്പോഴത്തേക്കും 4 മാസമുണ്ട് എന്തായാലും. അവള് ഡിസംബർ ലാസ്റ്റ് ആണല്ലോ, 29-ാം തീയതി. അപ്പം ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 14-15 ആകുമല്ലോ വിഷു വരുമ്പോ. അപ്പൊ പോകേണ്ടി വന്നു എനിക്ക്. വിഷുവിന്റെ അവധിക്ക് ഞാൻ വന്നു. വിഷുവിന് എനിക്ക് ഇവിടെ അമ്പലപ്പുഴ വീട്ടിൽ പോകണം, എൻ്റെ അമ്മ ഒക്കെ കാണാനായിട്ട്. അമ്മ, അപ്പച്ചി അവരെല്ലാരും ഉണ്ടല്ലോ, വയസ്സായവരൊക്കെ ഇല്ല, അവരെയൊക്കെ പോയി വിഷു കൈനീട്ടം കൊടുക്കണം അവിടുത്തെ കുട്ടികൾക്കും ഈ വയസ്സായവർക്കും. അതിനായിട്ട് ഞാൻ പോകുമ്പോൾ അതിനു മുമ്പ് തന്നെ ഒരു നാന്ദിയായിട്ട് അവിടുത്തെ ഓമന അമ്മൂമ്മയുടെ മോള് അവിടെ വന്നപ്പോ എന്നോട് പറഞ്ഞു, അവളന്ന് പ്രഗ്നന്റ് ആയിരുന്നു. അമ്പലപ്പുഴയിലും തണ്ണീർമുഖത്തും ഒക്കെ ആർക്ക് എന്ത് വിശേഷം വന്നാലും ആദ്യം കോണ്ടാക്ട് ചെയ്യുന്ന എന്നെ. എന്തിനാ ആശുപത്രി കൊണ്ട് ഡോക്ടറെ കാണാന്, ആശുപത്രി കൊണ്ടുപോകാന്, അതിന്റെ എല്ലാ തരത്തിലുള്ള ബാക്കി എല്ലാം നോക്കുന്ന കെയർ ഓഫ് രമണിച്ചിറ്റ. അങ്ങനെയുണ്ട്. എനിക്ക് വലിയൊരു ഡ്യൂട്ടി ആയിരുന്നു എനിക്ക്. ഗംഗയും മോഹനും കൂടി ഒരു ദിവസം അവിടെ വന്നു. എന്തെന്നാ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാനായിട്ടായി വരുന്നത്. പ്രഗ്നന്റ് ആണ്. അപ്പൊ അവിടെ കൊണ്ടുവന്ന് ഞാൻ കാണിച്ചു, അതിന്റെ കാര്യങ്ങളൊക്കെ നടത്തിക്കുമ്പോ ഞാൻ പ്രഗ്നന്റ് ആണല്ലോ കൊണ്ട് പെട്ടെന്ന് വൈകുന്നേരത്തെ കാപ്പിക്ക് എന്ന് പരിപ്പ് വടയും ഒക്കെ ഉണ്ടാക്കുക പെട്ടെന്ന് ചായ. എന്നിട്ട് ഞാനും കൂടി ഇവരുടെ കൂടെ പോകണം ഡോക്ടറുടെ അടുത്തേക്ക്. അപ്പൊ ഇവള് പറഞ്ഞ ചിറ്റേ പിന്നെ ശ്രീമാമനെ കേട്ടിട്ടുണ്ടല്ലോ, നീ കണ്ടിട്ടില്ല? കൊച്ചണ്ണൻ വിളിക്കുന്നത്. കൊച്ചണ്ണന് ഭയങ്കര പിണക്കമാ ചിറ്റയോട് എന്ന് പറഞ്ഞു.
അമ്മയുടെ കല്യാണത്തിന്റെ നന്ദി ഞാൻ പറയാം. അപ്പൊ ഞാൻ എന്നോടെന്തിനാ അവൻ പിണങ്ങുന്നത്, ഞാൻ അവനെ എന്ത് ചെയ്തിട്ടാ, അവനെന്തിനാ എന്നോട് പിണങ്ങുന്നത്? അതെന്താണെന്ന് അറിഞ്ഞൂടാ. ആരോട് പറഞ്ഞയച്ചു, ഇങ്ങനെ ഒരു പയ്യനുണ്ട്, വിഷുവിന്റെ അവധിക്ക് വന്നിരിക്കുക, ശബരിമലയിൽ പോയിരിക്കുക, ശബരിമലയിൽ നിന്ന് തിരിച്ചു വന്നു കഴിയുമ്പോൾ അവന്റെ ലീവ് തീരും, അങ്ങ് പോകും. അപ്പൊ എവിടെയെങ്കിലും ഒരു പ്രപ്പോസൽ വേണമെന്ന് പറഞ്ഞു, അവരുടെ ആരോ പറഞ്ഞു വന്നു, കൂട്ടുകാരാരുണ്ട്. അപ്പം 2-3 കോമൺ കൂട്ടുകാരുണ്ട് ഇവര് തമ്മില്, ശ്രീശനെയൊക്കെ പോലെ. ശ്രീശൻ, ത്രിദീപ്, അങ്ങനെ 3-4 പേരുണ്ട്. അപ്പൊ അവര് മുഖാന്തരമൊക്കെ ശ്രീ അറിഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് നമുക്കേ അനിയുടെ കാര്യം കൊടുത്താലോ എന്നിങ്ങനെ പറഞ്ഞപ്പോ, അനിയുടെ കാര്യം കൊച്ചണ്ണൻ ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നത്. അമ്മ അയ്യോ അനിയുടെ കാര്യമൊന്നും വിചാരിക്കണ്ട, കൊച്ചു പെണ്ണ്, അവള് പഠിക്കട്ടെ കേങ്ങ, അവളെന്തിനാ ഈ MSc MA ഇംഗ്ലീഷിലായിരുന്നു, അത് കംപ്ലീറ്റ് ചെയ്ത നമുക്ക് എന്തെങ്കിലും ഒരു തൊഴിലൊക്കെ കിട്ടും, അത് കഴിഞ്ഞിട്ട് മതി നമുക്ക് കല്യാണാലോചന. അയ്യോ അതൊന്നും ചിന്തിക്കുകയേ വേണ്ട, ഇങ്ങനെ ആലോചന അതൊന്നും ചിന്തിക്കുകയേ വേണ്ട. ഇപ്പൊ നോക്കിക്കോ, ചിറ്റയോട് പിണങ്ങുമല്ലോ, ഇപ്പോഴേ പിണങ്ങിയിരിക്കുക. ഞങ്ങൾ ആരാണ്ട് ഇത് പറഞ്ഞപ്പോ ആരാണ്ട് ചിറ്റയോട് പറഞ്ഞപ്പോ ചിറ്റ പറഞ്ഞു അയ്യോ അതൊന്നും ഇല്ല, പറ്റത്തേ ഇല്ല, ആലോചിക്കുകയേ വേണ്ടെന്ന് ചിറ്റ ഇതുപോലെ പറഞ്ഞു. അപ്പൊ ഇവള് പറഞ്ഞു ശരിയാ, അവള് പഠിക്കട്ടെ ചിറ്റെ, എന്തിനാ വെറുതെ ഇപ്പോഴേ ഒന്നും അവളെ ഒന്നും കല്യാണം ഒന്നും കഴിക്കണ്ട. അപ്പൊ ഇവള് തിരിച്ചു ചെന്നപ്പോ ഇവൻ ചോദിച്ചു, നീ ചിറ്റയോട് അത് പറഞ്ഞു എന്ന് ചോദിച്ചു. പറഞ്ഞപ്പം നമ്മള് നേരത്തെ കേട്ട പോലെ തന്നെ ചിറ്റ അതിനെ എതിർത്തു എന്ന് പറഞ്ഞു. അപ്പൊ ചിറ്റ എതിർത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ എന്നോട് പിണക്കമായി, രണ്ടുപേരോട് പറഞ്ഞയച്ചില്ലേ. അപ്പൊ പിന്നെ ഗംഗ പറഞ്ഞു എന്തോ കൊച്ചെന്നാ, പിന്നെ പെൺപിള്ളേരെ വേറെ കിട്ടത്തില്ലേ, പെണ്ണിനെ കിട്ടിയില്ല എന്ന് വെച്ചാൽ പെങ്ങളെ ആരെങ്കിലും കെട്ടുവോ എന്നിട്ട് ഇവിടെ ചോദിച്ചു. അതൊക്കെ വേറെയൊക്കെ കിട്ടും, നമ്മൾ വേറെ ആലോചിച്ചാൽ മതി. ഇപ്പൊ എന്തെന്ന് ഇത്ര വളരെ ധൃതി എന്തോ, അവളെ ഇത്രയല്ലേ ഉള്ളു, പഠിത്തം പൂർത്തിയായിട്ടില്ല, ആരെങ്കിലും ഇപ്പൊ പിടിച്ച് കല്യാണം കഴിപ്പിക്കും. പഠിത്തമൊക്കെ അവൾ പഠിക്കാത്ത കുട്ടിയാണ്, പോട്ടെ, അത് നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി എന്നെല്ലാം പറഞ്ഞ് അവൾ അതിനെ എതിർത്തു ഗംഗ. അപ്പൊ ഞാൻ വിഷുക്കൈനീട്ടം കൊടുക്കാൻ പോവുക, വിഷുക്കൈനീട്ടം കൊടുക്കാനാണ് ചെന്നപ്പോ ഇവൻ എന്നെ കണ്ടിട്ട് കണ്ടഭാഗം വെക്കാതെ അവന്റെ പിന്നെ ബൈക്കും എടുത്തോണ്ട് ഇറങ്ങുന്നു. എന്നാ ഞാൻ ചോദിച്ചാൽ നീ എവിടെ പോവുക, അപ്പൊ ഞാൻ ഇച്ചിരി അറിഞ്ഞിട്ടുണ്ടല്ലോ ഇവൻ എന്നോട് പിണക്കുകയെന്ന്. എന്നാ നീ എവിടെ പോവുകയെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഒന്നും മിണ്ടിയില്ല, മിണ്ടാതെ വണ്ടി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ അവരുടെ അച്ഛൻ പ്രസന്നം വേറപ്പൻ അവിടെ നിന്നോണ്ട് പറഞ്ഞു, എടി അവൻ എന്നോട് പിണങ്ങിയിരിക്കുക കേട്ടോ, അതാ മിണ്ടാത്ത. ഞാൻ ചോദിച്ചു അതെന്തിനാ കേട്ടോ എന്നോട് പിണങ്ങേണ്ട കാര്യം എന്താ, പിണങ്ങാൻ ഞാൻ ആരോടും എന്തെങ്കിലും ചെയ്തോ, എടാ അവിടെ നിൽക്കടാ, എന്തിനാ പിണങ്ങിയെന്ന്. ഒന്നുമില്ല ചിറ്റ, എനിക്ക് പിണക്കമൊന്നുമില്ല, ഇത് ആര് പറഞ്ഞു ചിറ്റയോട്, ഇപ്പൊ നിന്റെ അച്ഛൻ പറഞ്ഞല്ലോ. അതങ്ങനെയൊക്കെ കിടക്കും, സാരമില്ല. ഞാൻ പറഞ്ഞു എന്തുവാ നീ പറയുന്നത്, നീ പിണങ്ങാനുള്ള കാരണം എന്താ? അല്ല ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ചിറ്റ അത് പുഷ്പം പോലെ തള്ളിയില്ലേ, വേണ്ടാന്നും പറഞ്ഞ എന്റെ ഭാഗ്യത്തിനൊരു വില കൽപ്പിച്ചില്ലല്ലോ ഇത്ത, അത്രേ ഉള്ളു. ഇപ്പൊ എന്ത് വേണം നിനക്ക്? അതേ